ഭാര്യമാർക്ക് മക്കളുണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് ഇപ്പോഴത്തെ മക്കളില്ലാതിരിക്കുമ്പോൾ ആ മക്കളില്ലാത്ത അനുഭവത്തിൽ നിന്നുള്ള കരച്ചിലാണ്, നിലവിളിയാണ്. ആരുടെ സ്വന്തം ഇവിടെ ഒരു ഭ്രാന്ത് പോലെ അല്ലെ ഒരു പിച്ചും പേര് പോലെ ആർക്ക് തോന്നിയത്? പുരോഹിതന് തോന്നിയത്. ഹല്ലേലൂയ. പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് കണ്ടു. നിന്റെ ഉള്ളറിയുന്ന ഒരു ദൈവമുണ്ട്. നാളുകളായിട്ടുള്ള അതിന്റെ കരച്ചിനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ ഹൃദയം നന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ സ്വർഗം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അയാളെ പ്രസവിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യഹോവയായ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. നമ്മുടെ പൂർവ്വപിതാവായിട്ടുള്ള അബ്രഹാമിനും സാറായിക്കും അവരുടെ വാർദ്ധക്യത്തിൽ അവരുടെ സ്തോത്രം എല്ലാ ശേഷികളും നഷ്ടപ്പെട്ടവരുടെ മരണാസന്നമായ കാലത്ത് നമ്മൾ പച്ചയ്ക്ക് പറയണേ പെട്ടിക്ക് ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്ന ആ സമയത്ത് മക്കളെ കൊടുക്കുമ്പോൾ കഴിവുള്ള ഒരു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ ആലയത്തിന്റെ മുമ്പിൽ വന്നുള്ള നിന്റെ കണ്ണിന്റെ കണ്ണുനീര് കാണുവാൻ, നിന്റെ ചുണ്ടിന്റെ വിതുമ്പൽ കാണുവാൻ, നിന്റെ ഹൃദയത്തിന്റെ തേങ്ങൽ കാണുവാൻ, നിന്റെ ശ്വാസത്തിന്റെ ഓരോ സ്വതന്ത്രം പൾസും അറിയുവാൻ സ്വതന്ത്രം കഴിവുള്ളൊരു ദൈവത്തെ നമ്മൾ സ്വീകരിക്കണം. മറുപടി അന്നേരമല്ല പുരോഹിതനോട് പറയുന്ന മറുപടിയുടെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. മനസ്സിലായോ? നിനക്ക് തോന്നും പിച്ചും പേരുവാണ്, നിനക്ക് തോന്നും എനിക്ക് പ്രാന്ത വീഞ്ഞടിച്ചതാണ്. പക്ഷേ സ്വർഗം പിറ്റേ ആണ്ടിൽ പിറ്റേ സംവത്സരത്തിൽ സ്വതന്ത്രം ദൈവം കൊടുത്ത വാഗ്ദത്തമായി ചെന്നിട്ട് പറയുക, ഈ ബാലനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സ്തുതിച്ചാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അപേക്ഷയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. രാജിപ്പിൽ എന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ടെങ്കിൽ, ഒട്ടുമിൽ തുറക്കപ്പെടുമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ടെന്നുണ്ടെങ്കിൽ, അന്വേഷിപ്പിൽ കണ്ടെത്തുമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ടെങ്കിൽ അത് യഹോവയായ ദൈവമാണ്. ഹല്ലേലൂയ. അവനോട് യാചിച്ചാൽ ആ യാചനയ്ക്ക് മറുപടി വരും. ഇന്ന് കാലങ്ങൾ താണ്ടി പലയിടത്തും പോയി അതിന്റെ മൃഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിളക്കി പല കാര്യങ്ങളും നോക്കുമൊക്കെ നോക്കിയിട്ട് പലപ്പോഴും നിന്റെ മറുപടിക്ക് സ്തോത്രം മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ഒന്ന് ഓർത്തോ, കല്ലിന്റെയും മണ്ണിന്റെയും ഒക്കെ മുമ്പിൽ പോയിട്ടുണ്ട്. കൈ ഉണ്ടെങ്കിലും കൈ കൊണ്ട് പ്രവർത്തിക്കുന്നില്ല, കാതുണ്ടെങ്കിലും കാതുകൊണ്ട് കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നില്ല, ഇതുകൊണ്ട് സ്പർശിക്കുന്നില്ല, വായുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല. ഇതിനെയൊക്കെ മുമ്പിൽ പോയി നിന്ന് നീ മുട്ടയിലണിഞ്ഞാലും മണലിലണിഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും എത്ര സംവത്സരങ്ങൾ നേർച്ചയായിട്ട് കഴിച്ചാലും നിനക്ക് ലഭിക്കാതിരിക്കുന്നത് യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറുകിയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം എന്റെ കാത് ബന്ധമായിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ബന്ധമാകാത്ത പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യഹോവയായ ദൈവമാണ്. സ്തുതിച്ചോട്ടെ. എന്നെ കേൾക്കുന്ന മക്കളില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവമക്കളെ നിങ്ങൾ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഒരു ഹന്നായിക്ക് മറുപടി കൊടുത്തൊരു ദൈവമുണ്ട്, ഒരു അബ്രഹാമിന് സാറായിക്ക് മറുപടി കൊടുത്തൊരു ദൈവമുണ്ട്, ഒരു ഇസ്ഹാക്കിന് മറുപടി കൊടുത്തൊരു ദൈവമുണ്ട്, ഒരു സെഖര്യാവിന് എലിസബത്തിന് മറുപടി കൊടുത്തൊരു ദൈവമുണ്ട്. പച്ചയായി എന്നേക്കും ഇരിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്ക് ഓരോ നാൾ വൈകുന്തോറും നീ ഓർത്തോ, ഒരു വലിയ വാഗ്ദത്തം നിന്റെ മേൽ വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തമായി നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ചെല്ലും. സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ 11-13 വാക്യം വരെ വായിച്ചു. കേട്ടോ, എന്റെ സങ്കടം നോക്കി എന്നെ ഓർക്കുകയും അടിയനെ മറക്കാതെ. ഹല്ലേലൂയ. കർത്താവിദാസൻ നേരത്തെ പ്രസംഗിച്ചപ്പോൾ കർത്താവിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. എന്നാ? അവൻ മറക്കത്തില്ല. അവന് നമ്മെ മറക്കാൻ കഴിയത്തില്ലെന്ന്. ഈ ലോകത്തിലെ ആര് മറന്നു കളഞ്ഞാലും, പെറ്റ തള്ള നിന്നെ മറന്നു കളഞ്ഞാലും, നിന്നെ ജനിപ്പിച്ച പിതാവ് നിന്നെ മറന്നു കളഞ്ഞാലും, നിന്റെ സഹോദരങ്ങൾ നിന്നെ മറന്നു കളഞ്ഞാലും, മറക്കാതെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നീ കരഞ്ഞത്, നീ പ്രാർത്ഥിച്ചത്, നീ മുഴങ്കാലിൽ ഇരുന്നത്, നീ ദൈവസന്നിധിയിൽ അതിന് സമർപ്പിച്ചതിന് നിമിഷങ്ങൾ മറക്കാതെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലേ? അതല്ലേ മക്കളെ പറഞ്ഞത്? ഞാൻ കരഞ്ഞതും മറക്കാതെ എനിക്ക്
ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതിന് ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതരം ഒന്നും ചലിച്ചില്ലെന്നേ, അതരത്തിൽ ഒന്നും പറഞ്ഞില്ലെന്നേ, പക്ഷെ ഹൃദയത്തെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഹൃദയത്തെ അറിയുന്ന സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ശ്രദ്ധിച്ചോട്ടെ. ഹല്ലേലൂയ. 116 സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ പറയാണ്, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അല്ലെങ്കിൽ അത് വായിക്കും. ഇങ്ങനെ പറയും, എന്റെ പ്രാർത്ഥനയും കേട്ടതുകൊണ്ട് ഞാനവരെ നീ ചുമ്മാ യേശുവിനെ സ്നേഹിക്കണ്ടാക്കി വെല്ലുവിളിച്ച് പറയുക. അല്ലെങ്കിൽ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഒരു 3 മാസം മുതൽ ദൈവത്തിന് മുഴക്കാലം മുടങ്ങി ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി അനുഭവിച്ചത് കാണണം. ഞാനൊരു പൊട്ടനാണ്. ഈ പൊട്ടന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്നറിയോ? അലലിയ സത്രം. ഞാനൊരു പൊട്ടൻ മാത്രമല്ല, ഞാൻ കറമ്പനാണ്. ഇപ്പോഴും ഞാൻ കറമ്പൻ തന്നെ. അതല്ല നിങ്ങൾ ഓർത്തിരുന്നു? അല്ല, ഞാൻ വെളുപ്പനാണ്. ഒരു കൺവെൻഷൻ എന്നെ വിളിച്ചോണ്ട് പോയി. പാസ്റ്ററെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൺവെൻഷന്റെ നാട്ടിൽ പോയി വിളിച്ചോണ്ട് പോയി. എനിക്കറിയാം ഈ കൺവെൻഷൻ എന്നാണെന്ന് തോന്നുന്നു. ഞാൻ വിശ്വാസികളില്ലാത്ത കാലഘട്ടമാണ്. ഞാൻ പറയുന്നത് എന്നെ പരിപാടി വിളിച്ചു. ഒത്തിരി ആൾ കൊടുത്ത സ്ഥലമാണെന്ന് പറയാം. അതാ പോയേക്കാന്ന് പറയാം. ഉത്സവം പറഞ്ഞു. അതേ ട്രക്കർ ജീപ്പല്ലേ ഞങ്ങൾ പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ട്രക്കർ ജീപ്പൊക്കെ ഞാൻ നിന്നുകൊണ്ട് ഇതിന് പോവാം. വെറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കന്യാറ്റി എന്ന് പറഞ്ഞ ഒരു കായലുണ്ട്. ആ കായലിന്റെ തീരത്തായിട്ട് അസംബ്ലീസ് കൊടുത്തുള്ള ചർച്ചില്, ആ ചർച്ചിന്റെ ഓരത്തേക്ക് ഒരു ചെറിയ ടാർ റോഡുണ്ട്. ആ ടോർ റോഡിൽ കൂടി ഈ വണ്ടി ഇങ്ങനെ നീങ്ങിപ്പോയിട്ട് വണ്ടി അവിടെ നിന്നിട്ട് പറയുന്നത് പള്ളിയുടെ അംഗനത്തിൽ ഇതുപോലെ കൺവെൻഷൻ, പള്ളിയുടെ അംഗനം മുറിച്ചു നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ കായലിന്റെ തീരത്തേക്ക് ഞാൻ ആ റോഡിൽ പോയിട്ട് എനിക്കൊന്നും ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. സ്റ്റേജിൽ നിന്ന് സുവിശേഷം വലിയ കൺവെൻഷനാണ്. ഇത് നമുക്കറിയാം കൺവെൻഷനാണ്. ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഈ മരമോട് ഇവിടുന്ന് പോയതല്ലേ. അവിടെ ചെന്നപ്പോൾ അതേ അവസാനം വിളിച്ചു പറയുകയോ, നിങ്ങൾ നിങ്ങളുടെ ഏത് ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മറുപടി തരും. അപ്പൊ ഈ മരമുട്ടിൽ നിന്ന് കടന്നു ഞാൻ എന്റെ പ്രാർത്ഥന എന്താണ്? എന്നെ എല്ലാവരും കർമ്മന്നൊക്കെ വിളിക്കും. അപ്പൊ എന്റെ പ്രാർത്ഥന എല്ലാ ആവശ്യത്തിനും യേശു സൗഖ്യമാക്കുന്നതാണെന്നുണ്ടെങ്കിൽ, യേശു തരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എന്റെ ഈ കറുപ്പൊന്ന് മാറ്റി വെളുപ്പാക്കണേ. എന്റെ പ്രാർത്ഥന നിങ്ങൾക്കാർക്കും കേൾക്കണ്ട. നിങ്ങളെല്ലാവരും ഭയങ്കര സുന്ദരിമാരല്ലേ, വെളുത്ത് മൊഴിക്കൊണ്ടിരിക്കുന്നവന്മാരല്ലേ. ഇല്ല, അവിടെ വേറെ പരിപാടി. കറുപ്പൊന്ന് മാറ്റി വെളുപ്പാക്കണേ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി. നടക്കത്തില്ലെന്നാലും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞ് സ്റ്റേജ് ചെയ്യുന്നുണ്ട്. ദൈവസം വിളിച്ചു പറയാ, ശരീരത്ത് മുഴകളുള്ളവർ അവിടെ തൊട്ട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നത്. ഞാൻ നോക്കിയപ്പോ എന്റെ മുന്നിലൊരു അപ്പച്ചൻ പള്ളക്കൊരു മുഴയും വെച്ചോട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ പുറകെ ജീവി കാണുന്ന ഒരു അപ്പച്ചന് മുഴ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് പുറകെ നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ ആ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഴകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, വിടുവിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ അപ്പച്ച സ്പ്രിഞ്ഞു പോലെ ചാട്ടം ചാടി താഴെ വന്ന് നിൽക്കുന്നത് മുഴ സൗഖ്യമായി നിൽക്കുന്നത്. പള്ളക്കുള്ള മുഴ സൗഖ്യമായി നിൽക്കുന്നത്. അന്നേരം ആ ടാർ റോട്ടിൽ കന്നേറ്റിക്കായ അന്ന് ഞാൻ മുട്ടുമടക്കിയിട്ട് ഈ യേശു ജീവിക്കുന്ന ദൈവമാണ്. ഇവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇവൻ വീരനാ ദൈവമാണ്. ഇവൻ അത്ഭുതങ്ങൾ മലയാളങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിൽ ചെയ്യുന്ന ദൈവമാണ് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് അന്ന് വരെ ഇതിഹാസ പുസ്തകം, ഇത് കഥപുസ്തകമാണെന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു യാക്കോബായ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ അന്ന് വരെ കരുതിയത് ഏതാണ്ട് കഥയാണ് കരുതിയത്, യേശു ഏതാണ്ട് കഥാപുരുഷനാണ് കരുതിയത്. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി യേശു ജീവിക്കുന്ന ദൈവമാണ്. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നിന്റെ നിന്റെ രക്താംബരം പോലെ ചുവപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് എന്റെ കറുപ്പ് മാറിയ ദൈവമക്കളെ, എന്റെ ഉള്ളിന്റെ ഹൃദയത്തിന്റെ കറുപ്പ് മാറിയ ദൈവമക്കളെ, പുറമേയുള്ള കറുപ്പല്ല, അകം മുഴുവൻ കറുത്ത അനുഭവമായിരുന്നു, പാപത്തിന്റെ അനുഭവമായിരുന്നു. അത് മാറിയല്ലേ. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമല്ലേ. ആ മഴ മാറിയത് എന്നെ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. വേറെ എത്രയോ പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെന്നെ തന്നെ കുറിപ്പിട്ട് കാണിച്ചെങ്കിൽ അന്ന് വരെയും എങ്ങനെ ജീവിച്ച ഞാൻ, ലോകപ്രകാരം ജീവിച്ച ഞാൻ, അന്ന് അവിടെ ഞാൻ സമർപ്പിക്കപ്പെട്ടു. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഇതൊരു ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. 1 യോഹന്നാൻ 5:15 വാക്യം വായിച്ചിട്ടപ്പെട്ടതാണ്. കേട്ടോ, നാം എന്ത് അപേക്ഷിച്ച് അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ
അപ്പൊ എന്റെ സന്നിധിയിൽ, ആലയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ഈ പള്ളിയിൽ വന്നിട്ടും ചിലതൊക്കെ ഈ ഉഴപ്പടിച്ച് നടക്കുന്ന കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലൊന്ന് വരും, തല കാണിക്കാൻ വേണ്ടി, മെമ്പർഷിപ്പ് വെട്ടാതിരിക്കാൻ വേണ്ടി വരും, അപ്പനെ അമ്മയുടെ നിർബന്ധത്തിൽ വരും, അല്ലെങ്കിൽ സ്വന്തം അതൊക്കെ അതിന് വരുന്ന അപ്പന്റെ അമ്മയുടെ നിർബന്ധത്തിൽ വരുന്ന, മെമ്പർഷിപ്പ് വെട്ടാതിരിക്കാൻ വേണ്ടി വരുന്ന, ചത്ത എവിടെ പോയി കുഴിച്ചുകൊന്ന് ഓർത്തോട്ട് വരുന്ന ചില അമ്മച്ചിമാരുണ്ട്. ചിലർക്ക് അങ്ങനെയൊക്കെയാ. അതുകൊണ്ട് ഈ സഭയുടെ കൂടെ നിന്ന് കല്ലറ കിട്ടുമല്ലോ എന്ന്. ഇവിടെ കല്ലറ കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി വാ. മുനിസിപ്പാലിറ്റിയിലെ ചിലപ്പോ ഒരു നായ മരിച്ചു കിടക്കുന്നവരെ നീ മരിച്ചു കിടന്നാലും ഈ പഞ്ചായത്തിൽ മരിച്ചു കിടക്കുന്ന പട്ടിയെ അടക്കാൻ വേണ്ടിട്ട് പഞ്ചായത്തിന് പൈസ കൊടുത്തുകൊണ്ട് നടത്തുന്നുണ്ടല്ലേ. മുനിസിപ്പാലിറ്റി ഒരു പട്ടി മരിച്ചു കിടന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ പൈസ എത്ര എഴുതി കിട്ടും. അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ഒരു നായേക്കാളും മാന്യമായ രീതിയിൽ നിന്നെ കൊണ്ട് അടക്കിക്കോളും. നിന്റെ അടക്കവും അവിടെ നടന്നോളും. അതൊക്കെ എങ്ങനെ നടന്നാലല്ല സ്വർഗത്തിൽ പോകുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയാം. നിത്യജീവൻ ലഭിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയേണ്ടത്. അതുകൊണ്ട് നല്ല കല്ലറ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം അപ്പന്റെ അമ്മയുടെ തള്ളല് കേട്ടോണ്ട് ഇങ്ങോട്ട് വരണ്ട, പള്ളി വരേണ്ട കാര്യമില്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ മതി, കണ്ടെത്തും. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ചെറിയ ഇതിനു വേണ്ടി ഒന്നും പറയണ്ട. ഇന്ന് പലരും പല ആവശ്യങ്ങൾക്ക് കൂടെ വന്നവരുണ്ട്. നിങ്ങളെ പലരെ കണ്ടിട്ടില്ല, പുതുപോലെ പലരും ഇന്ന് ആലയത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ അല്ലാതെ വന്നവരുണ്ട്, വേറെ പലതിനെ അന്വേഷിച്ച് വന്നവരുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം, നിന്നോട് ദൈവത്തിനൊരു പ്രസാദം ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നോടൊരു കരുണയുണ്ടെങ്കിൽ, നിന്നെ അഭിഷേകം ചെയ്ത് ദൈവത്തിന് വേണ്ടി നിർത്തുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നീ അരമനയിൽ ഇരിക്കണമെന്നും അവരുടെ രാജസിംഹാസനത്തിൽ ഇരിക്കണമെന്നും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നീന്നെ ദൈവം ഇരുത്തിയിരിക്കും. ഒരിക്കലും ഒരു കഴുതയെ തേടിയാ ശൗല് കടന്നു പോയത്. പക്ഷെ തിരിച്ചു വന്ന കഴുതയെ തേടി തിരിച്ചു വന്നവൻ അഭിഷേകം തലയിൽ വീണവനായി ഇസ്രായേലിന്റെ രാജാവായി കടന്നു വന്നു. അതുകൊണ്ട് ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ പലതിനെയും തേടി പലതിനെ അന്വേഷിച്ചായിരിക്കും വരുന്നത്. എന്നാൽ ഞാൻ തുറന്നു പറയുക, ഇനി ഒരു ആലയത്തിൽ നീ കാലുകുത്തുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടാണ് നീ കാലുകുത്തുന്നതെങ്കിൽ, നീ അന്വേഷിക്കുന്ന നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ യാചനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഒരു ഹന്ന വിരുമ്പി കരഞ്ഞപ്പോൾ അവരുടെ വായിൽ ശബ്ദം വന്നില്ല, നിലവിളികളൊന്നും വന്നില്ല. പക്ഷെ അവരുടെ വിതുമ്പല് കേട്ട് അടുത്ത ആണ്ടിൽ അവൾക്ക് താൻ മുതൽ വേശ്യവരെ അല്ലെങ്കിൽ ഇതുപോലൊരു പ്രവാചകനെ കണ്ടിട്ടില്ല, അതുപോലുള്ള പ്രവാചകനായിട്ടുള്ള ഒരു സമൂഹത്തിന് നൽകിയ ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏത് ആവശ്യത്തിൽ ഭാരപ്പെടുന്നു, ആ ഭാരപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പല വിഭാഗത്തിലുള്ളവരുണ്ട്. പക്ഷെ ഞാൻ പറയുക, എന്നെയും നിങ്ങളെയും എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു യേശുപ്പച്ചൻ ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്, നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്നതിന്റെ ആവശ്യം എന്നാണെന്നുണ്ടെങ്കിൽ ഒരു നേർച്ച കഴിക്കണ്ട, ഒരു യാതൊന്നും കഴിക്കണ്ട, ഒന്നും വേണ്ട. നീ ആലയത്തിൽ വന്നിട്ട് നിന്റെ വിഷയം ഒന്ന് ഇറക്കി വെച്ചിട്ട് പോയാൽ മതി. അടുത്ത ആണ്ട് ഇന്ന് 2025 ഓഗസ്റ്റ് മാസം എത്ര തീയതി ആയിക്കോട്ടെ, ആ തീയതി നീ കണക്ക് കൂട്ടി 2026 ഓഗസ്റ്റ് മാസം എത്രാം തീയതി നീ ഇതേ ഞായറാഴ്ച നീ നോക്കിക്കോ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. കാരണം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഒരു കാലത്ത് ഞങ്ങൾ കല്ലിനെ ആരാധിച്ചു, ഞങ്ങൾ മണ്ണിനെ ആരാധിച്ചു, അതിനെ പ്രതിഷ്ഠിച്ചു, അതിനു വേണ്ടിയുള്ള വിശുദ്ധി കർമ്മങ്ങളെല്ലാം ചെയ്തു, അതിനുവേണ്ടിയുള്ള പൂജ മന്ത്രവാദികളെല്ലാം ചെയ്തു. ഇതിന്റെ എല്ലാം പിന്നിലായിരുന്നു ഞങ്ങൾ. പക്ഷെ ഒരു കാലത്ത് അതിനെ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല. പലപ്പോഴും മരണത്തിന് താഴ്വരയിലേക്ക് പോയി.
കണ്ണ് വലിയതായിട്ട് തള്ളി വന്ന് ഞാൻ ജീവൻ പോകാൻ തുടങ്ങിയപ്പോൾ കണ്ണ് തിരുമ്മി അടച്ചതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ണ് തിരുമ്മി അടച്ചിട്ട് എന്റെ അപ്പനെ വിവരം അറിയിക്കാൻ പറഞ്ഞതാ. സ്വർഗത്തിലെ ദൈവം ആ ചോദിച്ചു നോക്ക്, ജൂലൈ മാസം ഒഴുകി ചൊരിയുന്ന മഴയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടിഞ്ഞു പൊളിച്ച് കിടക്കുന്ന കാഷ്വാലിറ്റിയുടെ മുൻപിൽ ആ സഭയിലെ സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ സെക്രട്ടറി ചാനല് അല്ലെങ്കിൽ കയ്യാക്കുട്ടിച്ചാൽ ഉൾപ്പെടെയുള്ള ദൈവമക്കൾ പോയി മുഴങ്കാല് കടക്കി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് എന്റെ ദൈവം എനിക്ക് ജീവൻ തിരിച്ചു തന്നു. അതുകൊണ്ടാ ഇന്ന് നിങ്ങൾ അറിയപ്പള്ളി അന്വേഷിച്ചു നോക്ക്, 3 നില കെട്ടിടമായിട്ട് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സഭയുണ്ട്. അവിടെ ഇപ്പം പോയാലും ഷോണാനി അവിടെ കാണും. ആ ഷോണാനിയുടെ കൈ അവിടെ കാണും. ഷോണാനിയോട് ചോദിച്ചു നോക്ക്, ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലിജോയുടെ അല്ലെങ്കിൽ ഒരു മാത്യു പാസ്റ്ററുടെ കണ്ണെന്ന് ചോദിച്ചു നോക്ക്, അതേ കൈ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കണ്ണ് തിരുമ്മി അടച്ച